വാസന്തി സൂപ്പർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ടറ്റം വരെ മുടി വളരാൻ സഹായിക്കുന്ന നല്ലൊരു എണ്ണയാണിത്. ഈ എണ്ണയുണ്ടാക്കാൻ പ്രധാനമായും വേണ്ടത് മുരിങ്ങയുടെ തൊലിയാണ്. മൂപ്പെത്തിയ മുരിങ്ങയുടെ തൊലി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ തൊലി എടുക്കുന്നത് കൊണ്ട് മുരിങ്ങക്ക് കേടൊന്നും വരികയില്ല. ഞാൻ ഇത്രയും തൊലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് എടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇതിൽ പുറംതൊലി ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകി വെള്ളം തോർന്നതിന് ശേഷം ചെറുതായി മുറിച്ചെടുക്കണം. മുരിങ്ങയുടെ ഇലയും പൂവും കായും മാത്രമല്ല, ഇതിൻ്റെ തൊലിയും വളരെയധികം ഔഷധ ഗുണം ഉള്ളതാണ്. മുടി വളരാൻ വേണ്ടി മാത്രമല്ല ഈ എണ്ണ ഉപയോഗിക്കുന്നത്, മറിച്ച് സന്ധിവാതം, ആമവാതം എന്നിവയൊക്കെ മാറാൻ വേണ്ടിയും ഈ എണ്ണ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ചെറുതായി മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ വെക്കുക. പാത്രം നന്നായി ചൂടായതിന് ശേഷം ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 3 ഗ്ലാസ് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം 3 കൈപ്പിടി മുരിങ്ങാത്തൊലിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങാത്തൊലി ഇട്ടതിന് ശേഷം അല്പം കടുക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ മുരിങ്ങാത്തൊലി കറക്റ്റ് പാകമാകുമ്പോൾ കടുക് പൊട്ടിത്തുടങ്ങും. എണ്ണയുടെ ശരിയായ പാകം അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നത്.
മുരിങ്ങാത്തൊലിയുടെ കളറ് മാറി വരുമ്പോഴേക്കും കടുക് പൊട്ടുന്ന ഒച്ച കേട്ടില്ലേ? അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകമാകുന്നത്. കടുക് മുഴുവനും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ എണ്ണ ഇവിടെ ശരിയായ രീതിയിൽ പാകമായി വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് എണ്ണയായത്. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് അരിച്ചൊഴിക്കാം. നന്നായി മുടി വളരാനും താരൻ ഇല്ലാതാവാനും പിന്നെ മുടിക്ക് നല്ല കരുത്തും ഉറപ്പും ഒക്കെ കിട്ടാനുമുള്ള നല്ലൊരു എണ്ണയാണിത്. നല്ല ഉള്ളോടെയുള്ള മുടി വളരാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അങ്ങനെ മുടി വളരാൻ ഇഷ്ടമുള്ള എല്ലാവരും തന്നെ ഈ ഒരു എണ്ണ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.